മഹാത്മാഗാന്ധി, നേതാജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങിയ മഹാന്മാരുടേത്. ഇവരുടെ മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്ന് 2024 നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എത്രത്തോളം വളർന്നിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖല, വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം തുടങ്ങിയവയെല്ലാം ഇന്ത്യ മുന്നേറുന്ന കാഴ്ചകളാണ്. ചന്ദ്രയാനും മംഗളയാനും ഒക്കെ നമ്മുടെ നേട്ടങ്ങൾക്ക് പൊൻതൂവലുകളാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ നമ്മുടെ രാജ്യത്തെ മനുഷ്യർ പരസ്പരം പോരാടുന്നു. മണിപ്പൂർ തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സ്ത്രീധന മരണങ്ങളും ആത്മാർത്ഥതയും ആൾക്കൂട്ട കൊലപാതകങ്ങളും നിരവധി ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം ആസ്വദിക്കുകയോ അതോ നാം അതിനെ ചെറുത്തു നിൽക്കുകയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കാനും ഒരു കാരണമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇവിടെ എല്ലാവരും തുല്യരാണ്. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുകയും ജീവൻ ബലി കൊടുക്കുകയും ചെയ്ത ധീര ദേശാഭിമാനികളെ ഓർക്കാനുള്ള അവസരങ്ങളായി മാറട്ടെ ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും. നമ്മുടെ രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചിന്തയായിരിക്കാം ഈ ദിനം നാം ഓർക്കേണ്ടത്. ഭാരതത്തിൽ എങ്ങും ശാന്തിയും സമാധാനവും അലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.